പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാൻ മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണം, ഭയങ്കര വിശദീകരണം. എന്നാൽ നമുക്ക് ആ വിശദീകരണം കേൾക്കാം. ഒരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. മനഃപൂർവ്വം സ്പർശിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. മനഃപൂർവ്വം വേറൊരാൾ സ്പർശിക്കുന്ന വീഡിയോ ആണ്, അല്ലാതെ ഈ പറയുന്ന വ്യക്തി അല്ല കേട്ടോ സ്പർശിക്കുന്നത്. പറയുന്ന വ്യക്തി അങ്ങോട്ടല്ല സ്പർശിക്കുന്നത്, മനഃപൂർവ്വം വേറൊരാൾ സ്പർശിക്കുക. അത് വീഡിയോ നമുക്ക് കാണാം, കാണുന്നില്ലേ? മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ പുള്ളിക്കല്ല, ഈ പറയുന്ന വ്യക്തിക്കാ. കാരണം എന്തെന്നറിയോ, ഇവരുടെ ഇഷ്ടമില്ലാതെ ഇവരുടെ ശരീരത്ത് തൊടുമ്പോൾ ചിരിച്ചോണ്ടാണോ വീഡിയോ എടുക്കണേ? വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും ചിരിച്ചുകൊണ്ട് എടുക്കുന്നില്ലേ? അതാണ് മേജർ സൈക്കോളജിക്കൽ ഈ പറഞ്ഞ ഇഷ്യൂ. സോഷ്യൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് എന്തൊക്കെയോ പോയി പഠിച്ചിട്ട് വന്ന് ഗൂഗിളും ചാറ്റ് GPT ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം ചാറ്റ് GPT ഒക്കെ പോയി സെർച്ച് ചെയ്തുകൊണ്ട് വന്ന് കുറെ കടുകട്ടി വാക്കുകൾ കേട്ടിട്ടുണ്ട് ഇതിനകത്ത്. കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ആർക്കും അവകാശമില്ല. കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ഒരുത്തർക്കും അവകാശമില്ല. ഈ പറയുന്ന വ്യക്തി എന്നാ ചെയ്യുന്നേ? അങ്ങോട്ട് ചെന്ന് പുള്ളിയുടെ ശരീരത്ത് തൊടുകയാണ്, പുള്ളിയുടെ കൺസെന്റ് ഇല്ലാതെ. അല്ലേ? എനിക്കതാണ് ഈ വീഡിയോ എന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അതല്ലേ? ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ശേഷിയില്ല. അയാൾക്കല്ല. ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനും, അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആണുങ്ങളുണ്ടെങ്കിൽ അവർക്കും ഇതിനെ നിലക്കി നിർത്താനുള്ള ശേഷിയില്ല. അതാണ്. അല്ലാതെ അയാൾക്കല്ല. എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്തോന്ന് മറ്റേടത്തെ വിചാരമില്ലാത്ത ആർക്കാന്നറിയോ? അത് ഇവക്കാണ്. കാരണം എന്താ എമ്പതി ഇല്ലെന്ന്. ഇവിടെ ചെന്ന് അങ്ങോട്ട് മുട്ടിക്കുമ്പം അയാൾ നീങ്ങി പോവുക. അയാൾക്ക് എമ്പതിയില്ല. ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെ ആയാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. രണ്ടിൽ ഇയാൾ തട്ടി അല്ലെങ്കിൽ മുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇല്ലാത്ത കുഴപ്പം ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് എന്താണ്? അല്ല, കാരണം അങ്ങനെ എടുത്താലല്ലേ പിന്നെ നിങ്ങൾ റീച്ച് ആവത്തുള്ളൂ. നമുക്ക് എങ്ങനെ ആരെ കൊന്നിട്ടാണല്ലോ നമുക്ക് റീച്ച് ആവണം, അതാണല്ലോ മെയിൻ. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വീഡിയോയിൽ നമുക്ക് വ്യക്തമാണ് പുള്ളി എന്താണ് ചെയ്യണത്. ഒന്നും അതിൽ ചെയ്യണില്ല. ഈ പറയുന്ന വ്യക്തി അങ്ങോട്ട് പുള്ളീൻ്റെ പുറകിന് പോയി കൊണ്ടുവന്ന് മുട്ടിക്കുന്ന വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇവർ തന്നെ ഇട്ടേക്കണത്, അല്ലേ? എന്നിട്ട് ഈ പറയുന്നതിനോട് എന്ത് സാമ്യതയാണുള്ളത്? നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, സൊസൈറ്റിയെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞു, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പുള്ളിക്കാരത്തിയുടെ ഉദ്ദേശം, പുള്ളിക്കാരത്തിക്ക് വൈറലാവാൻ. ഇത് പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞു, പുള്ളിക്കാരത്തി അതുപോലെ തന്നെ ചെയ്തു. മാക്സിമം ആളുകളിലേക്ക് അത് എത്തിച്ചും കഴിഞ്ഞു. ഇപ്പം അതാ കണ്ടില്ല, അതാ എത്തിച്ചതിൻ്റെ ആ ഒരു റീച്ച് കിട്ടുന്നതിനെക്കാട്ടിലൊക്കെ ഉപരി ഒരു മനുഷ്യൻ്റെ ജീവനാണ് അവിടെ പോയത്. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ, പുള്ളിയുടെ കുടുംബം, അവരുടെ അവസ്ഥയൊക്കെ ആലോചിക്കണം. ഇതൊന്നും ആലോചിക്കാതെ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ, എന്ത് ചവറ് കിട്ടിയാലും അവിടെ പോയിട്ട് ഇങ്ങനെ കുറേ വീഡിയോ എടുത്തിട്ട് അവരുടേതായ രീതിയിലാക്കി ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയും അത് കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരും. ഇതാണ് ശരിക്കും ഈ പറഞ്ഞ സൈക്കോളജിക്കൽ സംഭവം. ഇവളീ പറയണ സംഭവം അവരാണ്, അല്ലാതെ ഇവരല്ല.
അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ കുടുംബക്കാരെ അറിയിക്കാനായിരുന്നെങ്കിൽ ആ മനുഷ്യനോട് ആ സമയത്ത് ഇറങ്ങി നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഇവക്ക് അയാളുടെ അഡ്രസ്സും ചോദിച്ചു പുള്ളിയുടെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയല്ലോ. കുടുംബക്കാരെ അറിയിക്കാനല്ല, നാട്ടുകാരെ അറിയിച്ച് ഇവക്ക് റീച്ച് കിട്ടാനാണ് അവൾ ചെയ്തത്. സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ. ഇപ്പം പിന്നെ മൊത്തത്തിലുള്ള ഇഷ്യൂ ആയല്ലോ. കുറേ ഇതൊക്കെ നോക്കിയിട്ട് കുറേ വേർഡ്സ് എല്ലാം തപ്പിപ്പിടിച്ച് കണ്ടുകൊണ്ട് വന്നിട്ട് ഒരു നല്ല വീഡിയോ അങ്ങോട്ട് എടുത്ത് ചെയ്തു. വേറൊരു മനുഷ്യനെ ആരാ, എന്താ, എവിടുത്തെയാ, അയാളുടെ ജീവിതം എന്താ, അയാളുടെ കുടുംബത്താരൊക്കെ ഉണ്ട്, ഇതൊന്നും അറിയാതെ എനിക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് ഇവൾ ഇട്ട ആ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്തവരുണ്ട്. ആ ഇട്ട വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത അവർക്കാണ് ഇവൾ ഈ പറഞ്ഞ കടുകട്ടി അസുഖമില്ലേ, അത് അവർക്കാണ്, അവർക്കുമാണ്. വെറും ചീപ്പെന്ന് വെച്ചാൽ അങ്ങേയറ്റം വെറും വൃത്തിയിട്ട ഒരു പരിപാടിയാണ് ഇവൾ ചെയ്തേക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവനാണ് പോയേക്കുന്നത്. ആ മനുഷ്യൻ്റെ കുടുംബം അവരിനി എങ്ങനെ ജീവിക്കും, അവർക്കും നാണക്കേടാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. ആൾക്കാർ ഇവൾ ഈ വീഡിയോ ഇട്ടപ്പോൾ ഇവൾ വിചാരിച്ചത് എല്ലാവരും അങ്ങ് സപ്പോർട്ട് ചെയ്യും ഇവളെ, അയാളെ ഏതാണ്ട് അങ്ങ് വലിയ ഇതാക്കും എന്നുള്ള രീതിയിൽ ഇവൾ വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ അതുകൊണ്ട് അവൾ ഡിലീറ്റ് ചെയ്ത് പുതിയ വീഡിയോ, കുറേ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ കുറേ ടേംസ് ഒക്കെ പഠിച്ചിട്ട് വന്നിട്ട് അവൾ പുതിയ വീഡിയോ ഇട്ടു. എന്താണ് ഇവളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് ആ വീഡിയോയിൽ? ഇവളിട്ട പുതിയ വീഡിയോയിൽ എന്ത് സപ്പോർട്ട് ചെയ്യാനുള്ളത്? നമുക്ക് കൃത്യമാണ് അവളാണ് അങ്ങോട്ട് ചെന്ന് മുട്ടിക്കുന്നതെന്ന് നമുക്ക് നല്ല കൃത്യമാണ് ആ ഒരു വീഡിയോയിൽ. ആ വീഡിയോയിൽ അവൾക്ക് പ്രതീക്ഷിച്ച പോലെ കമൻറ്റ് കിട്ടിയില്ല. ഇപ്പം ഇതാണ് സോഷ്യൽ മീഡിയയിൽ, ഇതാണ് ആവശ്യം. കമൻറ്റും റീച്ചും റീൽസും ലൈക്കും ഒക്കെയാണ് ആവശ്യം. മറ്റൊരാളുടെ കുടുംബം, മറ്റൊരാളുടെ മനസ്സ്, മറ്റൊരാളുടെ എന്താ പറയുക, അവരുടെ ഒരു കാര്യം ആർക്കും അറിയേണ്ട ആവശ്യമില്ല. എങ്ങനെയും ആരെയൊക്കൊന്നും റീച്ച് ഉണ്ടാക്കുക, അതാണ് ഇന്നത്തെ സമൂഹം. വളരെ കഷ്ടം തോന്നുന്നു, വെറും പുച്ഛം തോന്നുന്നു, ഇവരോടൊക്കെ വെറും പുച്ഛം തോന്നുന്നു.